ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 24-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹമോചനത്തിനുള്ള നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഏതെങ്കിലും രീതിയിൽ അവളോട് താല്പര്യക്കുറവ് തോന്നിയാൽ അവൻ അവളെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ട്. ഏത് കാരണം ചൊല്ലിയും ഈ പുരുഷന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ട് എന്നുള്ളത് ആ കാലത്തുണ്ടായിരുന്ന ഒരു നിയമം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് അത് അനുവദിക്കുന്നില്ല. നമ്മുടെ കർത്താവ് താഴെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് വിവാഹ ശുശ്രൂഷയിൽ വായിക്കുന്ന ഏവൻഗേലിയോൻ സുവിശേഷ ഭാഗം. ഇവിടെ കർത്താവ് പറയുന്നത്, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ളതാണ്. അഡൾട്ടറി എന്നൊരു പാപം മാത്രമാണ് വിവാഹമോചനത്തിലുള്ള കാരണമായി നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ചരിത്രകാരന്മാർ പറയുന്നു, ഇസ്രായേലിലെ 2 റാബിമാരുണ്ടായിരുന്നു. ഹില്ലേൽ എന്നും ഷമ്മായി എന്നും പേരുള്ള 2 റാബിമാർ അഥവാ 2 ഗുരുക്കന്മാർ. അതിൽ ഹില്ലേൽ സ്കൂളിൻ്റെ അഥവാ ഹില്ലേൽ റാബിയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ഒരു പുരുഷൻ ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ പിരിച്ചുവിടാം. ഇന്ന കാരണമെന്ന് ഏത് കാരണം ചൊല്ലിയും അവന് പിരിച്ചുവിടുവാൻ ന്യായമുണ്ട്. എന്നാൽ ഷമ്മായി സ്കൂൾ പറഞ്ഞു അത് പാടില്ല, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മുടെ കർത്താവ് ഷമ്മായി സ്കൂളിൻ്റെ പഠിപ്പിക്കൽ അഥവാ ഷമ്മായി എന്ന റാബിയുടെ പഠിപ്പിക്കലാണ് കർത്താവ് സ്വീകരിച്ചതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ നിയമകാലത്തെ ഒരു നിയമം, അത് മോശയുടെ കാലത്തെ ഒരു നിയമം നമ്മളിവിടെ വായിക്കുന്നു. ഇനിയും 5 മുതലുള്ള വാക്യങ്ങളിൽ വിവിധ രീതിയിലുള്ള നിയമങ്ങൾ കൊടുക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. മനുഷ്യൻ സമാധാനത്തോടും സന്തോഷത്തോടും മനുഷ്യ സ്നേഹത്തോടും ദൈവഭക്തിയോടും ജീവിക്കാനുള്ള നിയമങ്ങളാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നാമത് പറയുന്നത്, പുതുതായി വിവാഹം കഴിച്ച ഒരുവനെ യുദ്ധത്തിന് അയക്കരുത്. അവനെ സൈനിക സേവനത്തിൽ അവനെ 1 വർഷത്തേക്ക് അയക്കാൻ പാടില്ല. അവൻ വിവാഹം കഴിച്ചവൻ്റെ ഭാര്യയോടൊത്ത് സന്തോഷമായി 1 വർഷം ജീവിക്കാൻ അവനെ അനുവദിക്കണം. സൈനിക ജീവിതം വളരെ റിസ്ക് ഉള്ളതാണ്. അവനത് ഒറ്റയ്ക്കാണ് പോവേണ്ടത്, ഭാര്യയെ കൂടെ കൊണ്ടുപോകാനാവില്ല. 1. രണ്ടാമത്, ഏത് സമയം യുദ്ധമുണ്ടാവാം, യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വിവാഹം കഴിച്ച ഉടനെ തന്നെ അവനെ അവനെ അങ്ങനെ അനുവദിക്കാൻ പാടില്ല. 1 വർഷത്തേക്ക് അവന് സന്തോഷമായി ഭാര്യയോടൊത്ത് ജീവിക്കാനുള്ള അനുവാദം അവന് കൊടുക്കണമെന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നു, തിരികല്ലോ അതിൻ്റെ മേൽക്കല്ലോ നീ പണയമായി വാങ്ങരുത്. അത് ഒരുവൻ്റെ ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണ്. ആഹാര സാധനങ്ങൾ പൊടിക്കുകയോ അരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, അക്കാലങ്ങളിലെ തിരികല്ലിലാണ്. അപ്പം അത് നീ പണയം വാങ്ങി വെച്ചാൽ അവൻ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരും. അതാണ് അവൻ്റെ ജീവൻ പണയം വാങ്ങുന്നതിന് അത് തുല്യമാണ്. മറ്റേത് സാധനവും നിനക്ക് പണയം വാങ്ങാം, പക്ഷെ ഇത് മാത്രം നീ വാങ്ങാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പറയുന്നു, ഇസ്രായേൽക്കാരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവനെ വധശിക്ഷ നൽകണമെന്നുള്ളതാണ്. ഒരാൾ അടിമയാകാൻ വരുന്ന അവൻ സ്വമനസാലെയാണ് വരേണ്ടത്. അവനെ ബലപ്രയോഗത്തിൽ കൊണ്ടുവന്ന് അടിമയാക്കാനോ അവനെ വിറ്റ് പണം വാങ്ങാനോ പാടില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നു, കുഷ്ഠം ബാധിച്ചവൻ ലേവ്യ പുരോഹിതനെ കാണുന്നതിന് മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവൻ പാളയത്തിന് പുറത്തു പോവുകയും രോഗം ഭേദമായി എന്ന് പുരോഹിതൻ അവന് സർട്ടിഫിക്കറ്റ് നൽകുകയും ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ അവൻ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ലേവ്യ പുരോഹിതനുമായി ബന്ധപ്പെട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ അവൻ ചെയ്യണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് ഉള്ള ഒരു വലിയ ആരോഗ്യ സംരക്ഷണത്തിനുള്ളൊരു വലിയ ക്രമീകരണമായി അതിനെ കാണാവുന്നതാണ്. പിന്നെ പറയുന്നത്, വായ്പ വാങ്ങാൻ നീ ഒരാളോട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിന്നോട് വായ്പ വാങ്ങിയാൽ പണയം സാധനം അവർ നിനക്ക് നൽകും. ആ പണയ സാധനം നോക്കാൻ നീ അവൻ്റെ വീടിനകത്ത് പ്രവേശിക്കരുത്. ഒരുപക്ഷെ അവൻ നിനക്ക് അത് നൽകുന്നതിനേക്കാൾ വിലപിടിപ്പുള്ള സാധനങ്ങളോടെ കണ്ടേക്കാം. അവൻ എന്താണോ പണയം നൽകുന്നത് അത് നീ സ്വീകരിച്ച് സന്തോഷമെങ്കിൽ അവന് നീ പണം കൊടുത്താൽ മതി. വീട്ടിൽ കയറി പരിശോധിക്കുവാൻ നിനക്ക് അവകാശമില്ല. അതുപോലെ തന്നെ പിന്നെ പറയുന്നു, പണയം വാങ്ങുന്ന വസ്ത്രം സന്ധ്യയാകുമ്പോൾ നീ മടക്കി കൊടുക്കണം. അന്ന് മറ്റ് സാധനങ്ങളൊന്നും സാധാരണ പണയം വെക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പുതപ്പുകളൊക്കെയാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
കാരണം സന്ധ്യയാകുമ്പോൾ അവനത് പുതയ്ക്കാൻ വേണം, ഇല്ലെങ്കിൽ അവൻ രാത്രിയിൽ അവൻ ആ തണുപ്പിടിച്ച് അവൻ മരിച്ചു പോകും. അതിന് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഒക്കത്തില്ല. നിനക്ക് അത് വാങ്ങി വെക്കാം, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ വീണ്ടും നിനക്കത് പണയം വാങ്ങി വയ്ക്കാം. സന്ധ്യയാകുമ്പോൾ അത് മടക്കി കൊടുക്കണം. അവൻ ദരിദ്രനായതും കണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ദൈവത്തിൻ്റെ അവനോടുള്ള വലിയ ഒരു കരുതലായി നമുക്കിതിനെയൊക്കെ കാണാവുന്നതാണ്. പിന്നെ പറയുന്നു, അല്ലെങ്കിൽ അഗതിയായിട്ടുള്ളവരെയോ അല്ലെങ്കിൽ പരദേശിയായിട്ടുള്ളവനെയോ നീ പീഡിപ്പിക്കരുത്. നിങ്ങളും ഒരു കാലത്ത് ഇതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് അഗതികളും പരദേശികളുമായിരുന്നു എന്ന കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കുണ്ടായ ദുരനുഭവം മറ്റൊരാൾക്ക് നിങ്ങൾ ഒരിക്കലും അത് നൽകാൻ പാടില്ല. അവനെ സ്നേഹിക്കണം. പിന്നെ പറയുന്നു, വേല ചെയ്യുന്നവൻ്റെ കൂലി സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നീ നൽകണം. കാരണം അവൻ ആ പണം കൊണ്ടുപോയിട്ട് വേണം അവൻ്റെ വീട്ടിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളോ ആഹാര സാധനങ്ങളോ ഒക്കെ വാങ്ങുവാൻ. അവന് ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളുമുണ്ട്. അത് വേല ചെയ്യുന്നവൻ്റെ കൂലി ഒരിക്കലും പിടിച്ചു വയ്ക്കാൻ പാടില്ല. അന്നുള്ള കൂലി അന്നന്ന് അവന് കൊടുത്തവനെ അയക്കണമില്ലെങ്കിൽ അവൻ്റെ കരച്ചിൽ ദൈവസന്നിധിയിലെത്തും എന്നിവിടെ പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പറയുന്നു, മക്കൾക്ക് പകരം മാതാപിതാക്കളെയോ മാതാപിതാക്കൾക്ക് പകരം മക്കളെയോ ശിക്ഷിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യുന്നവനാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്, പകരം മറ്റൊരാൾ അതിന് ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ പറയുന്നു, അനാഥന് നീതി നിഷേധിക്കരുത്. വിധവയുടെ വസ്ത്രം നീ പണയം വാങ്ങരുത്. അനാഥനാണെന്നും കണ്ട് അവനാരുമില്ലെന്നും കണ്ടുകൊണ്ട് അവനോട് നീ നീതിപൂർവം മാത്രമേ ഏത് കാര്യങ്ങളും അവനോട് നീ പെരുമാറാവൂ. അതുപോലെ തന്നെ ഒരു വിധവയെ സംബന്ധിച്ച് അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവർക്ക് നിനക്ക് കാശ് കൊടുത്തൊക്കെ അവളെ സഹായിക്കാം. അവളുടെ വസ്ത്രം നീ പണയം വാങ്ങാൻ പാടില്ല. എന്നിട്ട് പറയുന്നു, നീയും ഈജിപ്തിൽ അടിമയായിരുന്നു എന്ന് എപ്പോഴും നീ ഓർത്തുകൊള്ളണം. 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വീണ്ടും അവൻ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വയലിൽ നീ വിളവെടുക്കുമ്പോൾ ആ കറ്റ കൊണ്ടുവരുമ്പോൾ ഒരു കറ്റ നീ വയലിൽ നീ മറന്നു പോയാൽ എടുക്കാൻ വേണ്ടി നീ അങ്ങോട്ട് തിരികെ പോകരുത്. അത് അനാഥനും വിധവയ്ക്കും പരദേശിക്കുമുള്ളത്. നീ മറന്നെങ്കിൽ അത് ദൈവനിശ്ചയമാണ്. കാരണം അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്ന ധാരാളം ആളുകൾ അവിടെയുണ്ട്. അവരങ്ങനെയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, അവർക്ക് കൃഷിയില്ല, മറ്റ് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല. അങ്ങനെയുള്ളവർ അത് എടുത്തുകൊണ്ട് പോയിട്ട് അവർ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാൻ കാരണമാകണം. ഒലിവ് മരത്തിൻ്റെ ഫലം നീ പറിക്കുമ്പോൾ, നീ അത് തല്ലിപ്പറിക്കുമ്പോൾ അതിൻ്റെ കൊമ്പുകളിൽ പിന്നെ ശേഷിക്കുന്നത് നീ പിന്നീട് പോയിട്ട് പറിക്കരുത്. അതും അനാഥനും വിധവയ്ക്കും പരദേശിക്കുമൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ മുന്തിരിത്തോട്ടം നീ ഫലമെടുക്കുമ്പോൾ നീ കാല പൊറുക്കരുത്. ശേഷിക്കുന്നതൊക്കെ ഈ പറഞ്ഞ അനാഥനും വിധവയ്ക്കും പരദേശിക്കുമുള്ളതാണ്. രൂത്തിൻ്റെ സംഭവം നമുക്കറിയാമല്ലോ. അവൾ കാല പൊറുക്കാൻ പോയപ്പോഴാണല്ലോ ബോവസുമായി കണ്ടുമുട്ടുകയും രൂത്ത് കർത്താവിൻ്റെ ആ വംശാവലിയിൽ വരാൻ കാരണമായിട്ട് തീരുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതായത് ചുരുക്കത്തിൽ, നീ പാർക്കുന്ന ദേശം നിൻ്റേതല്ല, ദൈവം നിനക്ക് ദാനമായി നൽകുന്ന ആ ദേശമാണ്. ആ ദേശത്തെല്ലാവരും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് ഇവിടെ നൽകുന്നത്. ഒരു സൃഷ്ടിയും, മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ പക്ഷിയാകട്ടെ, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും വിശന്ന് കിടക്കുവാൻ, പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വൃക്ഷവല നീ തീർത്ത് പറിക്കരുതെന്നും കാലാ പൊറുക്കരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. എല്ലാ സൃഷ്ടികൾക്കും ഭക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. ഇന്നലെ നമ്മൾ വായിച്ച അധ്യായത്തിൽ കണ്ടല്ലോ, നീ നടന്നു പോകുമ്പോൾ അതിലുള്ളതായ ആ ഫലങ്ങളൊക്കെ നിനക്ക് പറിച്ച് തിന്നാൻ, നീ കൊയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല, ശേഖരിക്കാൻ പാടില്ല. നിനക്ക് ഭക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ആരും ഈ ഭൂമിയിൽ പട്ടിണി കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും ജീവിക്കാനുള്ള ഒരു ക്രമീകരണം ദൈവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പഴയ നിയമത്തിൽ തന്നെ നൽകിയിരിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതനുസരിച്ചാണ് സമൂഹത്തിൽ അവരൊക്കെയും ഇത് പ്രവർത്തിക്കേണ്ടത്. നമുക്കും ഇങ്ങനെയുള്ളതായ അനീതി എന്തെങ്കിലും കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കുവാനും നീതി നടത്തുവാനും നമുക്കും ബാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക. ദൈവത്തിന് മനുഷ്യനോടും അല്ലെങ്കിൽ ദൈവസ്ഥനത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിൽ
ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് അതിൽ പക്ഷേ തലമുറകളിലൂടെ ഇങ്ങനെ മാറി വരും. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ദൈവത്തിൻ്റെ വലിയ ആഹ്വാനം ഇവിടെ നമുക്ക് കാണാം. അതനുസരിച്ച് ജീവിക്കാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.